20.009 പ്ലസ് എക്സ് ഈക്വൽ ടു 50. ചോദ്യം ഇതാണ്, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? എക്സ് കൂട്ടിയാൽ 50 കിട്ടുമെന്നെടുത്തിട്ട് എക്സ് കണ്ടുപിടിച്ചാൽ പരിഹാരമാകുമല്ലോ. എക്സ് ഈക്വൽ ടു 50 മൈനസ് 20.009. ഇത് കുറയ്ക്കണം മക്കളെ. ഇത് കുറയ്ക്കാൻ ഞാനൊന്ന് പറഞ്ഞു തരാം. നോക്ക്, 50 നിന്ന് കുറയ്ക്കണം. ഏത്? 20.009. ഓക്കെ അല്ലേ? 50 എന്ന സംഖ്യയ്ക്ക് ഇവിടെ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സംഖ്യയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പോയിൻ്റ് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒരു 0 കൊടുത്ത് ഇങ്ങനെയാക്കി. ഇതാണ് കുറയ്ക്കേണ്ടത്. കണ്ടോ, ഇവിടെയാണ് കുറയ്ക്കേണ്ടത്. ക്ലിയർ ആണോ എഴുതിയേക്കുന്നത്? എപ്പോഴും ഓർക്കണം, പോയിന്റുകൾ ഒരേ അലൈൻമെൻറ്റിൽ വരണം. ഇതുണ്ടോ, പോയിന്റുകൾ ഇങ്ങനെ ഒരേ അലൈൻമെൻറ്റിൽ വരണം. ഇത് പോയിന്റ്, ഇത് പോയിന്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 0.09 അല്ലേ, അതിന് ചേരാൻ വേണ്ടി മുകളിൽ 0.00 വെറുതെ ഇട്ട് കൊടുത്തു. 50.000 എന്ന് പറഞ്ഞാൽ 50 തന്നെയല്ലേ. ഇനി നമുക്ക് കുറച്ചാലോ മക്കളെ? നോക്കണേ, 0ൽ നിന്ന് 9 കുറയ്ക്കണം. നമുക്കറിയാം അത് പോസിബിൾ അല്ല. അപ്പോൾ 0 തൊട്ടടുത്ത ആളോട് കടം ചോദിച്ചു, തൊട്ട അയൽവാസിയോട്. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ തൊട്ടപ്പുറത്തെ ആളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിനക്കൊരു സഹായം ചെയ്യാം. ഇവനോട് കടം ചോദിച്ചു. അവൻ പറഞ്ഞു, എടാ നീ എൻ്റെ കോലം കണ്ടില്ലേ, എന്നെ കണ്ടിട്ട് എന്നോട് കടം ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലോ. ഒന്നാമതെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു, എല്ലാം കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കാം. ഇവനോട് കടം ചോദിച്ചു. അവൻ പറഞ്ഞെടാ, നിൻ്റെ വല്ല പൈസ ഉണ്ട് എനിക്ക് താ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കോലം കണ്ടിട്ട് എന്നോട് കടം ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലോ. എൻ്റെ കോലം നോക്ക്, കീറിയ പാൻറ്റ്, വള്ളിച്ചെരുപ്പ്, തേക്കാത്ത ഷർട്ട്, ഇതാണ് എൻ്റെ അവസ്ഥ. നീ എന്നോട് കടം ചോദിക്കില്ല. എനിക്ക് റിച്ച് ആയിട്ടുള്ളൊരു കൂട്ടുകാരനുണ്ട്, ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയവനാണ്, അവനോട് ഞാനൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് ഈ 0 ഇവനോട് കടം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്, ശരി, ഈ ഇടയ്ക്കാണ് കിട്ടിയത്, എൻ്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാവോ? 5 അവൻ്റെ കയ്യിലുണ്ട്. അവന് 1 അതിൽ നിന്നെടുത്ത് 0 കൊടുത്തു, അടുത്ത പരിചയക്കാരന്. അപ്പോൾ 5 ഉണ്ടായിരുന്നവൻ 4 മാറി. ശരിയല്ലേ? 1 കൊടുത്തു പോയില്ലേ? ഈ 0 ഉണ്ടായിരുന്നവൻ 1 10 മാറും. അങ്ങനെ ആലോചിച്ചോണം കേട്ടോ. 1 കൊടുത്താൽ 10 ആവണേ. ഓക്കെ, അവൻ തൊട്ട് മുന്നേ ചോദിച്ചവൻ 1 കൊടുത്തു. അപ്പം 10 ഉണ്ടായിരുന്നവൻ 9 മാറി, 0 ആയിരുന്നവൻ 10 മാറി. അവനോട് ചോദിച്ചവൻ 1 കൊടുത്തു. കണ്ടോ? അപ്പം ഇവൻ 9 മാറി, അവൻ 10 മാറി. അവനോട് ചോദിച്ചവൻ 1 കൊടുത്തു. അപ്പോൾ അവൻ 10 മാറി, ഇവൻ 9 മാറി. ഇതാ മക്കളെ സാഹചര്യം. ഇനി കുറച്ച് 10ൽ നിന്ന് 9 കുറയ്ക്കാം. ശരിയല്ലേ? 10 ഇവിടെ ഇപ്പം, അതിൽ നിന്ന് 9 കുറച്ചു. എത്ര കിട്ടി? 1 കിട്ടി. ഓക്കെ, 9 ഇവിടെ 9 ആണേ, 9 9ൽ നിന്ന് 0 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. ഇവിടെ എത്രയാ? 9 ആണേ, 9 അല്ലേ? ഇവിടെ 9, 9ൽ നിന്ന് വീണ്ടും 0 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. ശരിയാണോ? 9 പോയിൻ്റ് ഇട്ടു. 9ൽ നിന്ന് വീണ്ടും 0 കുറച്ചു, 9 കിട്ടി. 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടി. ആൻസർ 29.991. 29.991. കുഞ്ഞുങ്ങളെ, ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതൊക്കെ ബേസിക് ക്ലാസ്സിൽ വരുന്നതാണ്. എനിക്ക് ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1.72 പകുതിയോട് അല്ലേ? 1.72 പകുതിയോട്. 1.72 പകുതി എന്ന് പറഞ്ഞാൽ 1.72 ഡിവൈഡഡ് ബൈ 2. ഇതിനോട് 0.42 മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ ബൈ 3 കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. കണ്ടോ, 1.72 പകുതി കാണുക, അതിനോട് 0.43 മൂന്നിലൊന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? മക്കളെ, ഇതാദ്യം ഒന്ന് ചെയ്താലോ. 1.72 പകുതി എങ്ങനെയാണ് കാണുന്നത്? 172 പകുതി കാണുക, എന്നിട്ട് 2 പോയിൻ്റ് ഉത്തരത്തിൽ ഇട്ടാൽ മതി. 172 പകുതി
എത്രയാണ് മക്കളെ? 86 86 ആണ്. ചോദ്യത്തിൽ 2 പോയിൻ്റ് ഉള്ളതുകൊണ്ട് 2 പോയിൻ്റ് ഉത്തരത്തിൽ ഇടണം. ആൻസർ 0.86. ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ. 1.72ൻ്റെ പകുതി കാണാൻ 172ൻ്റെ പകുതി കാണുക. അത് 86. എന്നിട്ട് ചോദ്യത്തിലുള്ള 2 പോയിൻ്റ് ഉത്തരത്തിടുക. ഓക്കെ, ശരി. പ്ലസ്. ഇനി 3 കാണാൻ മുമ്പേ ചെയ്ത അതേ പരിപാടി. 42ൻ്റെ 3 കാണുക, ബൈ 3 കാണുക. 42/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മക്കളെ? 14 കിട്ടും. ചോദ്യത്തിൽ 2 പോയിൻ്റ് ഉണ്ട്, 2 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. 0.14 എന്ന് വരും. ഇത് തമ്മിൽ കൂട്ടുന്നല്ലേ ഉത്തരം? കൂട്ടിയേക്കാം. ഇനി എന്തിനാ അതിനൊരു കുറവ്? 0.86 പ്ലസ് 0.14 കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 1 കിട്ടുന്നത്. കൂട്ടുമ്പം 6 4 10, 0 8 1 9 10, 1 കിട്ടും. ആൻസർ 0.86 പ്ലസ് 0.14, ആൻസർ 1. സോ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ദേ കുറേ കൂട്ടാൻ കിടക്കുന്നു. ദൈവമേ, എനിക്ക് വയ്യ. നോക്കാം, കൂട്ടി നോക്കാം. 617 ഉണ്ട്, ശരിയല്ലേ? ഇനി 6.017 ഉണ്ട്, കണ്ടോ? ഇനി 0.617 ഉണ്ട്, അല്ലേ? ഇനി 6.0017 ഉണ്ട്. എപ്പോഴും ഓർക്കുക, ഈ പോയിൻ്റുകൾ ഒരേ അലൈൻമെൻറ്റിൽ വന്നിരിക്കണം. അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എല്ലാം കൂടെ കൂട്ടാം മക്കളെ. ഇത് 7, 7 7 14 1 15 5 1 ശിഷ്ടം, 1 1 2 1 3. ഇത് 6, അല്ലേ? ഇത് പോയിൻ്റ്. ഇനി 6 6 12 7 19, 1 ശിഷ്ടം, 1 1 കൂട്ടി 2 കിട്ടും. 6 അതേപടി ഇറക്കിയേരി. 627.6357 എന്ന് വരും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂട്ടാനാണ്. 23.08 അല്ലേ? ഇതിന് ഏത് കുറയ്ക്കണം? കൂട്ടണം. 8.009 കൂട്ടണം. കണ്ടോ? എപ്പോഴും പോയിൻ്റുകൾ ഒരേ അലൈൻമെൻറ്റ് വന്നാൽ മതി. ബാക്കി പ്രശ്നം എല്ലാം സോൾവ് ആണ്. ഓക്കെ, ഇവിടെ കൂട്ടുമ്പോൾ 9, ഇത് കൂട്ടുമ്പോൾ 8, ഇത് കൂട്ടുമ്പോൾ 0, 8 3 11 1, ഈ 2നോട് 1 കൂട്ടുമ്പോൾ 3. 31.089, 31.089, 31.089. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം കുറയ്ക്കാനാണ്. എനിക്ക് ഈ കുറയ്ക്കാനുള്ള ചോദ്യം കാണുമ്പോൾ ഒരു പേടിയാണ്. ഓക്കെ, 1.004 ആണോ? ഇതിന് ഏത് മൈനസ് ചെയ്യണം മക്കളെ? 0.0542 ഇത് കുറയ്ക്കണം, അല്ലേ മക്കളെ? ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുത്തെന്നോർത്ത് വില മാറുമൊന്നുമില്ല. കാരണം അതിൽ മാറ്റം വരില്ല. 0.004 എന്ന് പറയുന്നു, 0.0040 എന്ന് പറയുന്ന ഒന്നാണ്. താഴത്തെ 2ന് കൂട്ടായിട്ടാണ് മുകളിലൊരു 0 ഇട്ട് കൊടുത്തത്. ഇനി കുറയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ മുമ്പേ ചെയ്ത അതേ പരിപാടി അല്ലേ? മുമ്പേ എന്താ ചെയ്തേ? കടം ചോദിക്കുന്ന പരിപാടി അല്ലേ? ശരി, നോക്ക് മക്കളെ. ഇവിടെ 0ത്തിൽ നിന്നാണ് 2 കുറയ്ക്കേണ്ടത്. അത് പറ്റില്ല. തൊട്ടടുത്തുള്ള ആളോട് കടം ചോദിച്ചു, ശരിയാണോ? അവൻ കടം തരാം, എൻ്റെ കയ്യിലുണ്ട്, തരാമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അവൻ കടം കൊടുത്തേ. അവൻ കടം കൊടുത്തപ്പം ഈ 0 എന്നുള്ളത് 10 മാറി. കടം കൊടുത്തു കഴിഞ്ഞപ്പോൾ 4 ആയിരുന്നവൻ 3 ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ആണ്. 10ൽ നിന്ന് 2 കുറച്ചു. അപ്പോൾ എത്രയായി? 8. ഇനി 3ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. കണ്ടോ? കടം കൊടുത്തു കഴിയുമ്പോൾ ഇതാ അവസ്ഥ. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ ഈ പൈസ കാണില്ല. നമ്മൾ പിന്നെ വേറെ ആരുടെയും കയ്യിൽ നിന്ന് മറിക്കാൻ നിൽക്കണം. അപ്പോൾ മറ്റവൻ കടം കൊടുത്തു, അല്ലേ? കടം കൊടുത്തുകൊണ്ട് 4 3 മാറി. അപ്പം 3ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത ആളോട് കടം ചോദിച്ചു. എടാ എന്തേലും തരാവോ? അവൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. അവൻ്റെ അടുത്തുള്ളവനോട് കടം ചോദിച്ചു. അവനും പറഞ്ഞു എൻ്റെ കയ്യിലും ഒന്നുമില്ല. അവൻ്റെ അടുത്തുള്ളവന് കടം ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ 1 തരാം. ഓക്കെ, അപ്പോൾ ആ 1 ഇവൻ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 0 10 മാറി. ഇവിടെ 0 മാറി. ഇതിൽ നിന്ന് 1 കടം ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവൻ 10 മാറി, ഇവൻ 9 മാറി. ഇതിൽ നിന്ന് 1 കടം ഇങ്ങോട്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ 10 ഇവൻ 9 മാറി. 3 4 അല്ല ആവുന്നേ. കടം 1 കൊടുക്കുമ്പോൾ 13 ആവണേ കേട്ടോ. ശ്രദ്ധിച്ചോണം. 13ൽ നിന്ന് 4 കുറച്ച് 9. 9ൽ നിന്ന് 5 കുറച്ച് ഏത് 9? ഇവിടെ 9 ഇപ്പം. 9ൽ നിന്ന് 5 കുറച്ചാൽ 4. ശരിയല്ലേ മക്കളെ? 9ൽ നിന്ന് 0 കുറച്ചാൽ 9.
പൂജ്യത്തിൽ നിന്ന് 0 കുറച്ചാൽ 0. ആൻസർ 0.9498. 0.9498. ശരി, അടുത്ത ചോദ്യം. 3 കിലോഗ്രാം അരിയുടെ വില തന്നിട്ടുണ്ട്. സോ 3 കിലോഗ്രാം അരിയുടെ വില എത്രയാണ് മക്കളെ? 27.36 റുപ്പീസാണ്. എങ്കിൽ 10 കിലോഗ്രാം അരിയുടെ വില കാണണം. ശരിയല്ലേ? ഓക്കെ, ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ 1 കിലോഗ്രാം അരിയുടെ വില കണ്ടുപിടിച്ചിട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അല്ലേ? അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട്. ഇതിങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 × 27.36 ഡിവൈഡഡ് ബൈ 3. ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോൾവ് ചെയ്യുമ്പം നമുക്ക് ആദ്യം ഈ 10 കൊണ്ട് ഗുണിക്കാം. ഒരു സംഖ്യ 10 കൊണ്ട് ഗുണിക്കാൻ 1 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം. അപ്പം 27.36 എന്നുള്ളത് 273.6 എന്ന് വരും, ബൈ 3 എന്ന് കിട്ടും. 273.6 ബൈ 3 എന്ന് കിട്ടും. കണ്ടോ? ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സാധാരണ നമ്മൾ ഹരിക്കുന്ന പോലെ ഹരിക്കുക. 2736നെ 3 കൊണ്ട് ഹരിച്ചിട്ട് 1 പോയിൻ്റ് ഉത്തരത്തിൽ ഇട്ടാൽ പരിപാടി തീരും, അല്ലേ? അപ്പം നമുക്കൊന്ന് ഹരിച്ച് നോക്കാം മക്കളെ. സാധാരണ ഹരിക്കുന്ന പോലെ 2736 ബൈ 3, അല്ലേ? 3 കൊണ്ട് ഹരിക്കുമ്പം 27 9, 3 1 തവണ, 6 2 തവണ ആണോ? ഇനി 912ലേക്ക് 1 പോയിൻ്റ് ഇടുമ്പം 91.2 എന്ന് കിട്ടും. 91.2. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കാൻ 1 പോയിൻ്റ് വലത്തോട്ട് മാറ്റിയാൽ മതി. 10 കൊണ്ട് ഹരിക്കുക 1 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. 10 കൊണ്ട് ഗുണിക്കുക 1 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം. അപ്പോൾ ഈ പോയിൻ്റ് വലത്തോട്ട് മാറും. 273.6 ബൈ 3 എന്ന് വരും. ഇനി ഇത് സാധാരണ ഹരിക്കുന്ന പോലെ ഹരിക്കുക, എന്നിട്ട് 1 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇട്ടാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടാനാണ്. ഓക്കെ, 7.52 പ്ലസ് 4.05 എത്ര? 7, 5, 11, അല്ലേ? 11.57. 11.57 10th പ്രിലിംസിൻ്റെ ചോദ്യമാണ്. 11.57. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറയ്ക്കാനാണ്. 0.0657 മൈനസ് 0.00657 കുറയ്ക്കണം, അല്ലേ? ഇവിടെ ഒരു 0 കൊടുക്കാമല്ലോ, 7ന് കൂട്ടായിട്ട്. ഇതാണ് കുറയ്ക്കേണ്ടത്. 0ത്തിൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് കടവെടുക്കുമ്പോൾ ഇത് 10 മാറും, ഇത് 6 മാറും. ശരിയല്ലേ? 10ൽ നിന്ന് 7 കുറച്ചാൽ 3 കിട്ടും. 6ൽ നിന്ന് 5 കുറച്ചാൽ 1 കിട്ടും. ശരി, ഇനി 5ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് കടവെടുക്കും. അപ്പോൾ 5 എന്നുള്ളത് 15 മാറും. പ്രത്യേകം ഓർക്കണം, കടവെടുക്കുമ്പം 6 അല്ല 15 മാറണേ കേട്ടോ. ശരി, അപ്പോൾ ഇത് 5 മാറും. ഓക്കെ, 15ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ് മക്കളെ? 15ൽ നിന്ന് 6 കുറച്ചാൽ 9, അല്ലേ? 5ൽ നിന്ന് 0 കുറച്ചാൽ 5, ഇവിടെ 0, ഇത് പോയിൻ്റ്. കണ്ടോ? ആൻസർ 0.05913. 0.05913. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം ഗുണിക്കാനാണ്. 0.02 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ഉള്ള നിയമം. ആദ്യം സംഖ്യകൾ മാത്രം അങ്ങോട്ട് ഗുണിക്കുക. സംഖ്യകൾ മാത്രം ഗുണിച്ചു. എത്ര കിട്ടി? 8 കിട്ടി. ചോദ്യത്തിലാകെ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിലാകെ 2 1 3 1 4 പോയിൻ്റ് ഉണ്ട്. 4 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടണം. 4 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ 0.0008 ആണ് ആൻസർ. മക്കളെ, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ദശാംശങ്ങൾ ഹരിക്കാനുള്ള നിയമം പോയിൻ്റ് മാറ്റിയിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനുള്ള നിയമം പോയിൻ്റ് മാറ്റിയിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഓക്കെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു വലിയ ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, അതായത് ചോദ്യം ഇതാ മക്കളെ. 345.72 ഇൻറ്റു 7.46 എത്ര? ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് എളുപ്പമാർഗ്ഗമൊന്നും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം നോക്കാമെന്ന് വെച്ചാൽ എല്ലാം അവസാനിച്ചേക്കുന്ന 2 അപ്പോൾ ആ പരിപാടി നടക്കുകയില്ല. പിന്നെ ഗുണിച്ച് സമയം കളയാമെന്നുള്ള മാർഗ്ഗമുള്ളൂ. ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് നിരത്തി ഗുണിക്കുക. പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുമ്പോൾ ഇത് ഉത്തരം കിട്ടും.
ഇനി ഇവിടെ ചോദ്യത്തിൽ രണ്ടും രണ്ടും 4 പോയിൻ്റ് ഉണ്ട്. 4 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പം 25,7,9.0712 കിട്ടും. കണ്ടോ? അതായത് ആദ്യം ദശാംശങ്ങൾ ഗുണിക്കാനുള്ള നിയമം, ദശാംശം മാറ്റി ഗുണിക്കുക. ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ എത്ര പോയിൻ്റ് ആകെ ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇവിടെ ആകെ 4 പോയിൻ്റ് ഉണ്ട്. അപ്പം ഈ കിട്ടിയ ഉത്തരത്തിലേക്ക് 4 പോയിൻ്റ് ഇട്ടാൽ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കിട്ടുന്നത്. 1 ഇൻറ്റു 0.01 ഇൻറ്റു 0.0001 എത്ര? ഇതാണല്ലോ ചോദ്യം. ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം എന്താ? ആദ്യം പോയിന്റുകളെല്ലാം കളഞ്ഞിട്ട് ഗുണിക്കുക. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഞാൻ പോയിന്റുകളെല്ലാം കളയുമ്പോൾ ആദ്യത്തേത് 1 ആകും, 0.01 1 ആകും, 0.0001 1 ആകും. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 1 കിട്ടി. ചോദ്യത്തിൽ ആകെ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ 4, ഇവിടെ 2, ആകെ 6 പോയിൻ്റ്. ഈ 6 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പം 1 2 3 4 5 0 വരും. സോ ഇതാണ് നമ്മുടെ ഉത്തരം. പരിപാടി തീർന്നു. ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അടുത്ത ചോദ്യം. 13.01 പ്ലസ് 14.02. ആദ്യം ഇവന്മാരെ അങ്ങ് കൂട്ടാം അല്ലേ? കൂട്ടുമ്പോൾ ഒരു 0 കിടക്കട്ടെ, 2 കൂട്ടായിട്ട്. അപ്പോൾ ഇവിടെ 2 വരും, 3 1 4 വരും, ഇവിടെ 0 വരും. ഈ പോയിൻ്റ് അങ്ങനെ തന്നെ വരും. 4 3 7 വരും, 1 1 2 വരും. ഇനി ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം മക്കളെ? 10.43 കുറയ്ക്കണം. ശരിയാണോ? 2ൽ നിന്ന് ഒന്നും കുറയ്ക്കാനില്ല, അപ്പോൾ 2 ഇറക്കി എഴുതി. 4ൽ നിന്ന് 3 കുറച്ചാൽ 1 കിട്ടും. ശരിയാണോ? ഇനി 0ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് 1 കടം ചോദിച്ചു. 7 ഒരു കടം കൊടുത്തപ്പോൾ 7 6 മാറി. 1 എന്നുള്ളത് 10 മാറി. 10ൽ നിന്ന് 4 കുറച്ചാൽ 6 കിട്ടും. ഇവിടെ പോയിൻ്റ് ഇട്ടു. 6ൽ നിന്ന് 0 കുറച്ച് 6 തന്നെ, 2ൽ നിന്ന് 1 കുറച്ച് 1 തന്നെ. 16.612. 16.612. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പിടിച്ചോ. അടുത്ത ചോദ്യം. 20.94. ഇതിൽ എത്ര 100ൽ ഒന്നുകളുണ്ട്? 100ൽ ഒന്നുകളുണ്ട്. ഇത്രേ ഉള്ളൂ മക്കളെ. ഈ 0ൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനത്താണ്. ഈ 2ൻ്റെ സ്ഥാനം 10, 10ൻ്റെ സ്ഥാനത്താണ് 2. ഈ 9ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 1/10. ഈ 4ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 1/100. അപ്പോൾ എത്ര 100ൽ ഒന്നുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 100ൽ ഒന്നുകളുണ്ട് ഇതിൽ. എത്ര 10ൽ ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 9 10ൽ ഒന്നുകളുണ്ട്. എത്ര 10കളുണ്ടെന്ന് ചോദിച്ചാൽ 2 10കളുണ്ട്. എത്ര ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 0. കണ്ടോ? ഇത്രേ ഉള്ളൂ. സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ എത്ര 100ൽ ഒന്നുകളുണ്ട്? പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനമാണ് പറയുന്ന രീതിയാണ്. ഈ 9ൻ്റെ സ്ഥാനം 1/10, ഈ 4ൻ്റെ സ്ഥാനം 1/100. അപ്പം 4 1/100കൾ 100ൽ ഒന്നുകളാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? സോ ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ ബി ആണ്. എത്ര 100ൽ ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 4 100ൽ 1. എത്ര 10ൽ ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാൽ 9 10ൽ ഒന്നുകൾ. ക്ലിയർ. അടുത്ത ചോദ്യം. കൂട്ടാനാണ് മക്കളെ. എല്ലാം നിരത്തി പിടിച്ചങ്ങ് കൂട്ടിയേക്കാം നമുക്ക്. ശരിയല്ലേ? ഓക്കെ. 1.363. ഓക്കെ. 8.965. അടുത്തത് 0.0354. ഓക്കെ. അടുത്തത് 0.0068. എല്ലാം കൂടെ കൂട്ടാലോ. 8 4 12, 2 1 ശിഷ്ടം. 6ഉം 1ഉം കൂട്ടി 7 5 12 5 17 3 20 0 2 ശിഷ്ടം. ആ 2 കൂട്ടുമ്പോൾ 6 6 12 14 3 17 7 1 ശിഷ്ടം. 9 1 10 3 13 1 ശിഷ്ടം. 8 1 9 1 10 10.3702. 10.3702. ആൻസർ ഓപ്ഷൻ സി കിട്ടും കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം. ഇവിടെ 122.992 മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്തു ഈക്വൽ ടു 57.76 പ്ലസ് 31.1 എന്നല്ലേ. ആദ്യം നമുക്ക് ഇവന്മാരെ അങ്ങ് കൂട്ടിയാലോ. കൂട്ടിയേക്കാം.
57.76 31.1 കൂടെ കൂട്ടിയാൽ ഇത് 6 7 1 8 ഇവിടെ പോയിൻ്റ് ഇത് 8 5 3 8 88.86 കിട്ടും. ഇതിൻ്റെ ഉത്തരം 88.86 ഇവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെ വരും 122.992 മൈനസ് 88.86 വരും. അതായിരിക്കും ഏതിൻ്റെ വില? എക്സിൻ്റെ വില. ഇതങ്ങ് മൈനസ് ചെയ്താൽ പോരെ മക്കളെ. മൈനസ് ചെയ്യുമ്പം 2 0 കുറച്ചാൽ 2, 9 6 കുറച്ചാൽ 3, 9 8 കുറച്ചാൽ 1 പോയിൻ്റ്. ഇനി ഇവിടെ 2 8 കുറയ്ക്കാൻ പറ്റില്ല, ഇവിടുന്ന് 1 കടവെക്കെടുക്കും. അപ്പോൾ ഇത് 1 മാറും അല്ലേ, ഇത് 12 മാറും. 12 8 കുറച്ചാൽ 4 ആണോ? ഇനി ഇവിടെ 1 ഉള്ളൂ, 1 8 ഡിവൈഡ് ചെയ്യാൻ കുറയ്ക്കാൻ പറ്റില്ല, ഇവിടുന്ന് 1 കടവെടുത്തു. അപ്പോൾ ഇത് 0 മാറി, ഇത് 11 മാറി. 11 8 കുറച്ചാൽ 3, 34.132 കിട്ടും. 34.132. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഞാനേ ചെയ്തത് മക്കളെ ഇതെല്ലാം കൂടെ കൂട്ടി ആ വിലയാണിത്. ഇതിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൈനസ് ഇതെന്ന് വരും, അതായത് ഇത് മൈനസ് ഇതെന്ന് വരും. അതാണ് ഈ സ്റ്റെപ്പ് ചെയ്തേക്കണേ. അതാണ് നമ്മുടെ ഈ എക്സിൻ്റെ വില. എക്സിനെ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ -x + x ആയി. കണ്ടോ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണേ. SI മെയിൻസിന് ചോദിച്ച മക്കളെ 0.6 ബാർ. 6 ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 6 ആവർത്തിച്ചു എന്ന് വരുന്നു എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതും? 0.666 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതാണ് 0.6 ബാർ എന്ന് പറഞ്ഞാൽ. കണ്ടോ? 6 ആവർത്തിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9 ചെയ്താൽ പോരെ മക്കളെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 6/9 അല്ലേ. ദശാംശങ്ങളിൽ നമ്മൾ പഠിച്ചു, ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9 ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് 0.60 ബാർ എന്നല്ലേ. അപ്പോൾ 60ൻ്റെ മുകളിലല്ലേ ബാർ. അപ്പോൾ അതിൻ്റെ അർത്ഥം 0.60 ആവർത്തിച്ചു വരുന്നു എന്നാണ്. കണ്ടോ? അപ്പം അതിൻ്റെ ഭിന്നസംഖ്യാരൂപം 60/99 എന്നാണ് വരുന്നത്. 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നതെങ്കിൽ, ഇവിടെ 2 സംഖ്യകളല്ലേ മക്കളെ ആവർത്തിക്കുന്നത്. ഇങ്ങനെ 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 99 ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. 0.66 മുകളിലെ ബാർ എന്ന് പറഞ്ഞാലും 0.66 ഇങ്ങനെയല്ലേ പോണേ. ഇവിടും 6/9 തന്നെയല്ലേ. ഇവിടെ ഒരു സംഖ്യ തന്നെ ആവർത്തിക്കുന്നതായിട്ടല്ലേ വരുന്നത്. ഓക്കെ, അടുത്തത് 0.666 മുകളിലെ ബാർ എന്നാലും 0.666666 എക്സെട്ര ഇങ്ങനെയല്ലേ പോകുന്നു. ഇതും 6/9 തന്നെയല്ലേ. ഇനി ഈ 6/9 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഭാഗം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം വ്യത്യസ്തമായത് ഇതല്ലേ. കാരണം ബാക്കിയുള്ളതെല്ലാം 0.666 എക്സെട്ര എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. 0.666 എക്സെട്ര ഇതും അങ്ങനെ ആണോ? ഇത് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് കിടക്കണേ. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, വ്യത്യസ്തമായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓർക്കുക, ഒരു സംഖ്യ മാത്രം ആവർത്തിച്ച് വന്നാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9 ചെയ്യേണ്ടേ. 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 99. 3 സംഖ്യകൾ ആവർത്തിച്ച് വന്നാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 999 ചെയ്യണം. ഇവിടെ ഇത് ഒരു സംഖ്യ മാത്രം ആവർത്തിക്കുന്നു. ഏതാവർത്തിക്കുന്നത്? 6 മാത്രം, 6/9. ഇവിടെ അങ്ങനെയല്ലേ, ഒരു സംഖ്യ മാത്രമല്ലേ ആവർത്തി 6/9. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഒരു സംഖ്യ 6/9. കണ്ടോ? ഇവിടെ 60 ആവർത്തിക്കുന്നത്, അപ്പോൾ 60/99. ശരി, അടുത്ത ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്. 8.02ൻ്റെ പകുതി ബൈ 2 ചെയ്യണം അല്ലേ. അപ്പം 802/2 ചെയ്യുക ആദ്യം. അപ്പോൾ എത്ര കിട്ടി മക്കളെ? 401 ആണോ? ഇനി ചോദ്യത്തിൽ 2 പോയിൻ്റ് ഉണ്ട്, 2 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. 4.01. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടേ, ചെയ്യാം. 835.6 മൈനസ് 101.9. അപ്പോൾ ആദ്യം ഇവന്മാരെ തമ്മിലങ്ങ് കുറച്ചേക്കാം അല്ലേ. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പം 6ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് 1 കടവെടുത്ത് ഇങ്ങോട്ട്. അപ്പോൾ ഇത് 4 മാറി, ഇത് 16 മാറി.
16ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 7 കിട്ടും. പോയിൻ്റ് ഇട്ടു. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. 3ൽ നിന്ന് 0 കുറച്ചാൽ 3 കിട്ടും. 8ൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും അല്ലേ? 733.7 വരും. ആണോ? ഇനി അടുത്തത് ഇതിനോട് ഏത് കൂട്ടണം? ഇപ്പോൾ കുറയ്ക്കുക ചെയ്ത്. ഇതിനോട് ഏത് കൂട്ടണം മക്കളെ? ഇതിനോട് 2.25 കൂട്ടണം. ശരി, 2.25 അങ്ങ് കൂട്ടിയേക്കാം. കൂട്ടുമ്പം ഇത് 5, ഇത് 9, ഇത് 5, ഇത് 3, ഇത് 7. ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം മക്കളെ? 173.41 കുറയ്ക്കണം. കുറച്ചേക്കാം. 5ൽ നിന്ന് 1 കുറച്ചാൽ 4, 9ൽ നിന്ന് 4 കുറച്ചാൽ 5, 5ൽ നിന്ന് 3 കുറച്ചാൽ 2. നമുക്കറിയാം ഇവിടെ 3ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല, 1 കടവെടുക്കും, 13 ആകും, ഇത് 6 ആകും. 13ൽ നിന്ന് 7 കുറച്ചാൽ 6, 6ൽ നിന്ന് 1 കുറച്ചാൽ 5 അല്ലേ? 562.54. 562.54 ആൻസർ. കണ്ടോ? സംശയമൊന്നുമില്ല, ക്ലിയർ. അടുത്ത ചോദ്യം, 0.32 ഇൻറ്റു 0.01 എത്ര? ദശാംശസംഖ്യകൾ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുക. 32 ഇൻറ്റു 1, അപ്പം നമുക്ക് 32 കിട്ടി. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കുക. 2, 4 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. സോ 0.0032. അടുത്ത ചോദ്യം മക്കളെ, 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 അല്ലേ? അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01? അപ്പോൾ ഇവിടെ ആരെ ആധാരമാക്കിയാണ് പറയണ്ടേ? 0.1നെ അല്ലേ? അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നറിയാൻ 0.01 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 100. കണ്ടോ? ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതാ മക്കളെ, 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നാണ്. ആരെ ആധാരമാക്കി പറയുന്നോ അവരെ താഴെ എഴുതണം. അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്ന് ചോദിച്ചാൽ 0.01 ബൈ 0.1 ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഇനി എന്താ ചെയ്യണേ? ഓക്കെ, നമുക്കിത് ചെയ്യാൻ ഈ 0.01 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. 1 ബൈ 0.1 എന്നല്ലേ കിട്ടണേ മക്കളെ? അല്ലേ? 100 കൊണ്ട് ഗുണിക്കാനുള്ള നിയമം എന്താ? ഇതിനെ 100 കൊണ്ട് ഗുണിക്കാനുള്ള നിയമം എന്താ? 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം. 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റുമ്പോൾ 1 ആവും. 1 ബൈ 0.1 വരും. ഇനി താഴത്തേൻ്റെ പോയിൻ്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് അങ്ങ് ഗുണിച്ചു. ശരിയാണോ? ഓക്കെ, അപ്പം മുകളിൽ 10 എന്നും താഴെ 1 എന്നും വന്നു. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10 ആണ്. കമ്പനി ബോർഡ് LGSന് ചോദിച്ചതാണ്, വെറുതെ കൂട്ടാനാണ്. നമുക്ക് കൂട്ടി നോക്കാം. 6.017, 0.617, അടുത്തത് 6.0017 അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പം 7, 7, 7, 14, 1, 15, 1 ശിഷ്ടം, 1, 1, 2, 1, 3, 6, 6, 6, 12, 12.635 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാൻ സാധിക്കും എന്നാണ്. അതായത് 0.9 ലിറ്റർ വെള്ളം 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ് കൊണ്ട് നിറയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 0.9 ഡിവൈഡഡ് ബൈ 0.15 അല്ലേ ചെയ്യേണ്ട മക്കളെ? 0.9 ലിറ്റർ വെള്ളമുണ്ട്, 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ് കൊണ്ട് അത് നിറയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ 0.9 ലിറ്റർ 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകളിൽ നിറയ്ക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ 0.9 ബൈ 0.15 ചെയ്യണം. ദശാംശസംഖ്യകൾ ഹരിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് സംഖ്യകൾ തന്നെ അങ്ങ് ഹരിക്കുക. അപ്പോൾ 9/15 അല്ലേ? ഇനി മുകളിൽ എത്ര ദശാംശ സ്ഥാനം എണ്ണി നോക്കുക, താഴത്തെ ദശാംശ സ്ഥാനം എണ്ണി നോക്കുക. മുകളിലാകെ 1 ദശാംശ സ്ഥാനം, താഴെയാകെ 2. എവിടെയാണോ കുറവുള്ളിടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം. മുകളിൽ ഒരെണ്ണം കുറവ്, അതുകൊണ്ട് മുകളിൽ 1 0 ചേർത്തു. 90/15 എന്ന് വരും. നമ്മുടെ ആൻസർ 6 എന്ന് കിട്ടും. 6 ക്ലാസ്സുകളിൽ നിറയ്ക്കാൻ കഴിയും. ദശാംശസംഖ്യകളുടെ ഡിവിഷനൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ പഠിച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ദശാംശസംഖ്യകൾ ഹരിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഹരിക്കുക.
താഴത്തെ മുകളിലത്തെയും പോയിന്റുകൾ എണ്ണി നോക്കുക, എവിടെയാണോ കുറവുള്ളത് അത്രയും 0 ചേർക്കുക. സോ 90/15 എന്ന് വരും. നമ്മുടെ ആൻസർ 6ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോയെ, അതായത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ എളുപ്പമുള്ളതൊക്കെ ചെയ്യാം ആദ്യം, ആണോ മക്കളെ? ഇത് ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണേ. 0.008 എനിക്ക് 8/1000 എന്ന് എഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ നിയമം. അപ്പോൾ 8/1000 എന്ന് പറഞ്ഞാൽ 0.008. ഇനി ഇതങ്ങ് വെട്ടിച്ചെറുതാക്കിക്കേ. 2 വെച്ച് വെട്ടിക്കളയുമ്പോൾ 4, 2 വെച്ച് വെട്ടുമ്പോൾ 500, വീണ്ടും 2 വെച്ച് വെട്ടുമ്പോൾ 2, 2 വെച്ച് വെട്ടുമ്പോൾ 250, വീണ്ടും 2 വെച്ച് വെട്ടുമ്പോൾ 1, 2 വെച്ച് വെട്ടുമ്പോൾ 125. 1/125 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ 0.008 എന്ന് പറഞ്ഞാൽ 1/125. എവിടെ കിടക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഇതാണ്. ശരി, ഇനി എനിക്ക് 0.025 ചെയ്യാമല്ലോ ഇതുപോലെ. 0.025 എന്ന് പറഞ്ഞാൽ 25/1000 അല്ലേ മക്കളെ, ആണോ? വെട്ടിച്ചെറുതാക്കുമ്പം 25ഉം 100ഉം വെട്ടിക്കളയാൻ 4, 1/40 എന്നല്ലേ വരുന്നേ, 1/40 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1/40 ആണ്. ഇനി 0.0016 ഇത് കണ്ടുപിടിക്കാമല്ലോ. 0.0016 എന്ന് പറഞ്ഞാൽ 16/1000 അല്ലേ മക്കളെ. 4 0 അല്ലേ ഇറണ്ട്, കാരണം 4 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റുന്ന സാഹചര്യമല്ലേ. ഇത് വെട്ടിക്കളയുമ്പം ഇത് 2 വെച്ച് വെട്ടുമ്പോൾ 5000, ഇത് 2 വെച്ച് വെട്ടുമ്പോൾ 8, ഇത് 2 വെച്ച് വെട്ടുമ്പം 2500, ഇത് 2 വെച്ച് വെട്ടുമ്പം 4, ഇത് 2 വെച്ച് വെട്ടുമ്പോൾ 2, 2 വെച്ച് വെട്ടുമ്പം 1250, ഒന്നുകൂടെ വെട്ടിക്കളയാം 1, ഇത് 625 എന്ന് വരും. സോ 1/1625 ആണ് ഇത് അല്ലേ, ആണ്. ഇത്രയതിൽ നിന്ന് നമുക്കിനി ഉത്തരത്തിലേക്ക് എത്താമല്ലോ ഇല്ലേ. 2ൻ്റെ ആൻസർ 10 ആണ്. 2ൻ്റെ ആൻസർ 10. 2ൻ്റെ ആൻസർ 10 വരുന്നത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ മക്കളെ, അല്ലേ. അപ്പോൾ എല്ലാം ഒന്നും ചെയ്യണ്ട, ഇത്രയും ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചെയ്ത മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യണേ നോക്കിക്കേ. 14.3 പ്ലസ് 16.78 മൈനസ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എക്സ് എന്നിട്ട് ഈസ് ഈക്വൽ ടു 9.009 എന്നെടുത്തു അല്ലേ. ആദ്യം നമുക്ക് ഇതങ്ങ് കൂട്ടാലോ മക്കളെ. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കിക്കേ. 14.3ഉം 16.78 കൂടി അങ്ങ് കൂട്ടാം. കൂട്ടുമ്പം ഇവിടെ 0 ഇട്ടു, ഇത് കൂട്ടുമ്പോൾ 8, 7 3 10 0, 1 ശിഷ്ടമുണ്ട്, 6 4 10, 1 കൂട്ടും, 1 1 2 1 3 കിട്ടും, 31.08 കിട്ടും. അപ്പോൾ ഇത്രയത്തിൻ്റെ ഉത്തരം 31.08 അല്ലേ. ഇനി ഈ -x അങ്ങോട്ട് പോകുമ്പോൾ +x ആകും, ഇത് ഇങ്ങോട്ട് വരുമ്പം -9.009 എന്നാകും അല്ലേ. അപ്പം ഈ സൈഡിൽ ഏത് കിടപ്പുണ്ട്? 31.08 കിടപ്പുണ്ട്, -9.009 എന്ന് വരും അല്ലേ. അതാണ് എക്സിൻ്റെ വിലയായിട്ട് കിട്ടുന്നത്. അപ്പം 31.08 മൈനസ് 9.009 എന്ന് കിട്ടും. ഇതാണ് കുറയ്ക്കേണ്ടത്. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, ആണോ. 0ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല, 0ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്നൊന്ന് കടവെടുത്തു, അപ്പോൾ ഇത് 10 ആയി, ഇത് 7 ആയി. 10ൽ നിന്ന് 9 കുറച്ചാൽ 1, 7ൽ നിന്ന് 0 കുറച്ചാൽ 7, ഇത് 0 പോയിൻ്റ് എഴുതി. 1ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഒന്ന് കടവെടുത്തു, അപ്പോൾ ഇത് 11 ആയി, ഇത് 2 ആയി. 11ൽ നിന്ന് 9 കുറച്ചാൽ 2, ഈ 2ൽ നിന്ന് 0 കുറച്ചാൽ 2, 22.071 കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരോഹണ ക്രമത്തിൽ എഴുതുക. എളുപ്പമുള്ള ചോദ്യമല്ലേ മക്കളെ. ഏറ്റവും ചെറുത് ആരോഹണം, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറാണ് ആരോഹണം കേട്ടോ. ഓക്കെ, ഏറ്റവും ചെറുത് ഏതാ മക്കളെ? 2.7. അതിലും വലുത് 3.5 അല്ലേ. അതിലും വലുത് 4, അതിലും വലുത് 4.2 അല്ലേ. ഈ ഓർഡർ വരുന്ന ഓപ്ഷൻ ഏതാ മക്കളെ? ഈ ഓർഡർ വരുന്ന ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
8/125 എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ. 8/125 എന്തായാലും 6.4 ആകില്ല. കാരണം 8നെ 125 കൊണ്ട് ഹരിച്ചാൽ എന്തായാലും 6 തവണ ഡിവിസിബിൾ ആകില്ല, 64 തവണയേ ആകില്ല അല്ലേ. 0.64 ആകില്ല മക്കളെ. 125 വളരെ വലിയൊരു സംഖ്യയല്ലേ. 8 ചെറുതും 125 വലുതും അല്ലേ. അപ്പോൾ 0.64 ടൈംസ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പിന്നെ ഇത് കാണുമ്പോഴേ അറിയാം പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ 0.064 ആണ്. അങ്ങനെ ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇനി ഹരിച്ചും ഉത്തരത്തിലേക്ക് എത്താം. 8നെ 125 കൊണ്ട് ഹരിക്കുക അല്ലേ. 8ൽ 125 അടങ്ങില്ല, പോയിൻ്റ് കൊടുത്തു, 0 കൊടുത്തു. 80ലും അടങ്ങില്ല, ഇവിടെയും 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. 800ൽ 6 തവണ 750 വരെ വരും. ബാക്കി ശിഷ്ടം 50. 50ൽ അടങ്ങില്ല, 0 കൊടുത്തു. 500ൽ 4 തവണ. സോ 4 തവണ കറക്റ്റായിട്ട് അടങ്ങും, ബാക്കി ശിഷ്ടം 0. അപ്പോൾ ആൻസർ 0.064 എന്ന് കിട്ടും. അടുത്ത ചോദ്യം 1/10.1 എങ്കിൽ 10/100 എത്ര? ഈ 10/100 എത്ര എന്നറിയാൻ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. 10/100 എന്ന് പറയുമ്പോൾ ഇതും വെട്ടിപ്പോയി. അത് 1/10 തന്നെയല്ലേ. 1/10 എന്ന് പറഞ്ഞാൽ ആൻസർ 10 കൊണ്ട് ഹരിക്കാൻ ഒരു പോയിൻ്റ് ഇടത്തോട്ട് മാറ്റുക. 0.1. ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് 13/125 ദശാംശ രൂപം എന്ത്? ഇത് ആദ്യം ചെയ്ത ചോദ്യം പോലെ അത്ര എളുപ്പത്തിൽ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നല്ല ഓപ്ഷൻസ് അവർ തന്നേക്കുന്നത്. അപ്പോൾ 13നെ ഞാൻ 125 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര തവണ മക്കളെ? 13ൽ അടങ്ങില്ല 125. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പോയിൻ്റ് കൊടുക്കണം, എന്നിട്ടൊരു 0 കൊടുക്കണം. 130ൽ എത്ര തവണ? ഒരു തവണ അല്ലേ. 125 വരെ, ബാക്കി ശിഷ്ടം 5. 5ൽ അടങ്ങുമോ? ഇല്ല, 0 കൊടുത്തു. 50ൽ അടങ്ങുമോ? ഇല്ല, അതുകൊണ്ട് ഇവിടെയും 0 കൊടുക്കണം. 500ൽ 4 തവണ. സോ 4 തവണ 500, ആൻസർ 0. ആൻസർ 0.104 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5/6.625 തന്നിട്ടുണ്ട് അല്ലേ. 5/6625 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് അത്യാവശ്യം ഓപ്ഷനിൽ നിന്ന് കിട്ടുമല്ലോ മക്കളെ. അതായത് നിങ്ങളിങ്ങനെ ആലോചിച്ച് 5/6.625 അല്ലേ എന്ന് പറഞ്ഞാൽ 0.75. അതായത് 5/6 അല്ലേ ഏകദേശം. 5/6 എന്ന് പറയുമ്പോൾ ഏകദേശം 0.75 വരുമല്ലോ. 5/6 എന്ന് പറയുമ്പോൾ കേട്ടോ, പോയിൻ്റ് വിട്ടേക്കുക. 5/6 എന്ന് ആലോചിക്കുക. 5/6 എന്ന് പറയുമ്പം ഈ 5/6 എന്ന് പറയുമ്പോൾ ഏകദേശം 0.75 കറക്റ്റാണ്. ഇത് 5/6625 എന്നല്ലേ. അതായത് ഒരു വലിയ സംഖ്യ കൊണ്ടല്ലേ ഹരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം തീരെ ചെറുതായിരിക്കണ്ടേ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 3 പോയിൻ്റ് ഉണ്ട്. ആ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റുന്നതായിരിക്കുകയല്ലേ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി എന്നെത്താം. കണ്ടോ, ഉത്തരം തീരെ ചെറുതായിരിക്കണം. അപ്പോൾ എ ആണോ സി ആണോ എന്നറിയാൻ ഇവിടെ ഒരു 3 ദശാംശം ഉള്ളത്. ആ 3 ദശാംശം ആയിരിക്കും ഈ ഉത്തരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ 3 ദശാംശം ഇടത്തോട്ട് മാറ്റുക. ഉത്തരം ചെറുതാകണമെങ്കിൽ ഇടത്തോട്ട് മാറ്റണമല്ലോ. അങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞ മെത്തേഡ് ഒന്നുകൂടെ പറയാം. ഇത് 5/6 എന്ന് വിചാരിക്കുക. 5/6 ഏകദേശം 0.75 സംതിങ് ആണല്ലോ. ഇത് 5/6625 ആണ്. വലിയ സംഖ്യ കൊണ്ടാണ് 5നെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഉത്തരം ഇതിനേക്കാൾ ചെറുതായിരിക്കും, ഇതിനേക്കാൾ ഒത്തിരി ചെറുതായിരിക്കും. ഇനി എത്രത്തോളം ചെറുതാകുമെന്ന് അറിയാം. ഇവിടെ 3 ദശാംശ സ്ഥാനം ഇടത്തോട്ടിടുന്ന അത്രയും ചെറുതായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ സി. അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ ചെയ്ത് നോക്കണ്ട. ഇനി ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. 6.625നെ എനിക്കിങ്ങനെ മാറ്റി എഴുതാം. 6.625നെ 6625 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാമല്ലോ അല്ലേ. ഇങ്ങനെ എഴുതാൻ മേലെ ഇതിനെ മാത്രം. കാരണം 6625/1000 എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 6.625 എന്നല്ലേ കിട്ടണേ അല്ലേ മക്കളെ. കണ്ടോ, ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് എത്രാന്ന് തന്നേക്കുന്നത്? 0.7547 എന്ന് തന്നേക്കുന്നത് അല്ലേ.
ഇനി നമുക്കറിയാം ഇതിനെ എനിക്ക് 5/1 എന്നാക്കാം. ഓൾ ഡിവൈഡഡ് ബൈ 66 25/1000 എന്നാക്കാം. ആണോ? ഇതിൻ്റെ ഉത്തരമാണ് 0.7547 തന്നേക്കുന്നത്. ഇനി ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ വന്നാൽ ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ 5/1 അങ്ങനെ തന്നെ എഴുതി. തിരിച്ചിരുമ്പം 1000 ഡിവൈഡഡ് ബൈ 6625 എന്ന് കിട്ടി അല്ലേ? സോ ഇതിൻ്റെ വിലയാണ് 0.7547. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉത്തരവല്ലേ അല്ലേ? ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആണോ? ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈ 1000 താഴേക്ക് പോയാൽ പോരെ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 5/6625 എന്ന് പറഞ്ഞാൽ 0.7547/1000. 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. അപ്പോൾ 0.007547 നമ്മുടെ ഉത്തരം. ആൻസർ ഓപ്ഷൻ സി. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അതായത് ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ സംഖ്യ ഏത്? UPSCയുടെ ചോദ്യമായിരുന്നേ. ഓരോന്നും ചെയ്ത് നോക്കാതെ പറ്റത്തില്ല. 0.01 ഇൻറ്റു 0.001. ഇതിൻ്റെ ഉത്തരം കാണാൻ ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ചോദ്യത്തിൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം ആകെ 5 ദശാംശ സ്ഥാനം. ഉത്തരത്തിൽ 5 ദശാംശ സ്ഥാനം ഇടണം. 3ഉം 4 5 ദശാംശ സ്ഥാനമായി. ഇതാണ് ഇതിൻ്റെ ഉത്തരം, ഓപ്ഷൻ എയുടെ ഉത്തരം. ശരി, അടുത്ത ഓപ്ഷൻ ബി ഒന്ന് ചെയ്ത് നോക്കാം. 0.101 ഇൻറ്റു 0.01. ഇത് ഉത്തരം കിട്ടാൻ ആദ്യം ദശാംശം മാറ്റുക. അപ്പോൾ 101 ഇൻറ്റു 1 വരും. എന്നിട്ട് ഗുണിക്കുക. അപ്പോൾ 101 കിട്ടും. ചോദ്യത്തിൽ 3ഉം 2ഉം 5 ദശാംശ സ്ഥാനം. 5 ഉത്തരത്തിലേക്ക് ഇടുമ്പം 0.00101 എന്നാകും. ഓക്കെ, ഓപ്ഷൻ സി 0.101 ഇൻറ്റു 0.001. ഇത് ചെയ്ത് നോക്കണം. ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുമ്പോൾ 101 ഇൻറ്റു 1 101 കിട്ടും. ചോദ്യത്തിൽ 3ഉം 3ഉം 6 ദശാംശ സ്ഥാനം. 6 ഉത്തരത്തിലേക്ക് ഇടുമ്പം ഇങ്ങനെ വരും. ഓപ്ഷൻ ഡി ചെയ്ത് നോക്കുമ്പോൾ മക്കളെ 0.10 ഇൻറ്റു 0.001. ദശാംശം മാറ്റി ഗുണിക്കുമ്പോൾ 1 ഇൻറ്റു അല്ലേ? ദശാംശം മാറ്റി ഗുണിക്കുമ്പം ഇത് 2 ദശാംശ സ്ഥാനമായിട്ട് അങ്ങ് എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ 10 എന്നാക്കാം അല്ലേ? 10 കണ്ടോ? 2 ഉണ്ടെന്ന് എടുക്കുവാണെങ്കിൽ 10 ഇൻറ്റു 1 ഈക്വൽ ടു 10 എന്ന് വരും. ചോദ്യത്തിൽ 2ഉം 3ഉം 5 ദശാംശ സ്ഥാനം. സോ 0.00010 എന്ന് വരും. അതാണ് അതിൻ്റെ ഉത്തരം. കണ്ടോ? ക്ലിയർ ആണോ? ആണ്. ഇതിലേറ്റവും വലുത് ഏതെന്ന ചോദ്യം. ഏതാ മക്കളെ ഏറ്റവും വലുത്? ഇതിലേറ്റവും വലുത് ഓപ്ഷൻ ബി അല്ലേ വലുത് അല്ലേ? ഇതാണ് ഏറ്റവും വലുത്. 0.001 അല്ലേ? അതായത് 3ാമത്തെ ഡിജിറ്റ് 1 വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അതിലും ചെറുതാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ആണ്. അടുത്ത ചോദ്യം, 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? അത് കാണാൻ 2 നിന്ന് 0.99 കുറച്ചാൽ മതി. 2 ഏത് കുറയ്ക്കണം? 0.99 കുറയ്ക്കണം അല്ലേ? ഇവിടെ 2 0 നമുക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യാം എളുപ്പത്തിന്. ശരിയല്ലേ? ഓക്കെ, 0 നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം ചോദിച്ചപ്പം ആ 0 കൊടുക്കാനില്ല. അപ്പോൾ വീണ്ടും ഇവിടുന്ന് കടം മേടിച്ചു. ഇവിടുന്ന് കടം മേടിച്ച് കഴിയുമ്പം ഇത് 1 മാറും. ശരിയാണ് മക്കളെ? എന്നിട്ട് ഇത് 10 മാറും. ഇവിടുന്ന് ഇങ്ങോട്ട് കടം കൊടുത്ത് കഴിയുമ്പം ഇത് 9 മാറും. ഇത് വീണ്ടും 10 മാറും. 10 നിന്ന് 9 കുറച്ച 1, 9 നിന്ന് 9 കുറച്ച 0. 1 ഇവിടെ അല്ലേ? 2 1 മാറിയായിരുന്നു. 1.01 എന്ന് കിട്ടും. 1.01 ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 4 8 5 485.012 ഇൻറ്റു 100 എത്ര? ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം. ഉത്തരം 48
50 1.2 വരും. കണ്ടോ, ഇവിടുന്ന് 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റുമ്പോൾ ഇങ്ങോട്ട് പോയിൻ്റ് മാറും അല്ലേ. സോ ആൻസർ ഏതാ വരുന്നേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 48,501.2 വരും അല്ലേ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കാൻ 1 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം, 100 കൊണ്ട് ഗുണിക്കാൻ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം, 1000 കൊണ്ട് ഗുണിക്കാൻ 3 പോയിൻ്റ് വലത്തോട്ട് മാറ്റണം. ഇനി ഹരിക്കാനാണെങ്കിലോ 10 കൊണ്ട് ഹരിക്കാൻ 1 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം, 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം, 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. ഗുണിക്കാൻ വലത്തോട്ട് മാറ്റിക്കോണം പൂജ്യങ്ങളുടെ എണ്ണം അനുസരിച്ച്, ഹരിക്കാൻ ഇടത്തോട്ട് മാറ്റിക്കോണം പൂജ്യങ്ങളുടെ എണ്ണം അനുസരിച്ച്. ഓക്കെ, അടുത്തത് ദശാംശ സംഖ്യയുടെ ഹരണമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ദശാംശ സ്ഥാനം കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം പെറുക്കി എഴുതുക അല്ലേ. അപ്പം 48, 56, 28 മുകളിൽ വരും. താഴെയോ മക്കളെ 32, 21, 14 വരും. ശരിയല്ലേ? ആണ്. ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം. മുകളിൽ ഞാൻ നോക്കിയപ്പോൾ ആകെ 2, 4, 1, 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. താഴെ 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. മുകളിലും, അതായത് മുകൾ വശത്തും താഴ്വശത്തും 5 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പം എണ്ണം ഒരിടത്തും കുറവില്ല, രണ്ടിടത്തും ഈക്വൽ ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇത് വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ദശാംശ സ്ഥാനം കുറവാണെങ്കിൽ കുറവുള്ളടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം നമ്മൾ പഠിച്ച്. ഇതിൽ കുറവൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും ചേർക്കണ്ട. മുകളിലാണ് കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും 0 ചേർക്കണമായിരുന്നു. താഴെയാണ് കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും 0 ചേർക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഒരിടത്തും കുറവില്ല, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇനി സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. നമുക്ക് സോൾവ് ചെയ്തേക്കാം. 14ഉം 28ഉം വെട്ടിക്കളയാൻ 2 തവണ. ഓക്കെ, ഈ 2ഉം 32ഉം വെട്ടിക്കളയാം 16 തവണ. 16ഉം 48ഉം വെട്ടിക്കളയാം 3 തവണ. യെസ്, 3ഉം 21ഉം വെട്ടിക്കളയാം 7 തവണ. 7ഉം 56ഉം വെട്ടിക്കളയാം 8 തവണ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 8 കിട്ടും. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ദശാംശങ്ങൾ ഹരിക്കാൻ പഠിച്ചതാണ്, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ദശാംശങ്ങൾ ഹരിക്കാനല്ലേ. അപ്പം മുകളിലത്തെ സംഖ്യകളുടെ എല്ലാം ദശാംശം കളഞ്ഞ് എഴുതുവാണെങ്കിൽ 12 × 4 × 6 എന്ന് വരും മുകളിൽ. താഴെയോ മക്കളെ ദശാംശം കളഞ്ഞ് എഴുതുമ്പം 3 × 2 × 4 എന്ന് കിട്ടും. ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കാം. താഴെ ആകെ 3 ദശാംശ സ്ഥാനങ്ങൾ, മുകളിലാകെ 4 ദശാംശ സ്ഥാനം. താഴെ 1 ദശാംശ സ്ഥാനത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് താഴെ 1 0 ചേർക്കണം. 4ഉം 4ഉം വെട്ടിക്കളയാം. ഈ 3ഉം ഈ 6ഉം വെട്ടിക്കളയാം 2 തവണ. ഈ 2ഉം ഈ 2ഉം വെട്ടിക്കളയാം. 12/10 എന്ന് വരും. 12/10 എന്ന് പറഞ്ഞാൽ മക്കളെ 1.2 ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചേ, ഏറ്റവും വലുത് 0.813, അതിലും ചെറുത് 0.733, അതിലും ചെറുത് 0.514. ഇതാണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 5, 2, 7.864 ഇതിലെത്ര 1/100കളുണ്ട് മക്കളെ? ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥാനവില എഴുതുമ്പോഴേ ഈ 8ൻ്റെ സ്ഥാനവിലയല്ല സ്ഥാനം. 8ൻ്റെ സ്ഥാനം 1/10, 6ൻ്റെ സ്ഥാനം 1/100, 4ൻ്റെ സ്ഥാനം 1/1000. ഇതാണ് സ്ഥാനങ്ങൾ. 7ൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനം, ഇത് 10ൻ്റെ സ്ഥാനം, ഇത് 100ൻ്റെ സ്ഥാനം. കണ്ടോ, പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം ഇങ്ങനെ പറയും, പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം ഇങ്ങനെ പറയും, പോയിൻറ്റിൻ്റെ ഇടത്തോട്ട് സ്ഥാനം ദേ ഇങ്ങനെ പറയും. ഒറ്റ 10 100, വലത്തോട്ട് പറയുമ്പം 1/10, 1/100, 1/1000. കണ്ടോ, അപ്പോൾ എത്ര 1/100കളുണ്ടെന്ന് ചോദിച്ചാൽ 6 1/100കളുണ്ട്. കണ്ടോ, 1/100കൾ 6 എണ്ണം ഉണ്ട്. കണ്ടോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പോയിൻറ്റിൻ്റെ വലത്തേക്ക് സ്ഥാനം പറയുന്നത് 1/10, 1/100, 1/1000 അങ്ങനെയാണ്. പോയിൻറ്റിൻ്റെ ഇടത്തോട് സ്ഥാനം പറയുന്നത് 1, 10, 100, 1000 അങ്ങനെയാണ്.
ഓക്കെ അല്ലേ? അപ്പോൾ എത്ര 1/100 ചോദിച്ചാൽ 6, എത്ര 1/1000 ചോദിച്ചാൽ 4, എത്ര 1/10 ചോദിച്ചാൽ 8. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്ത ചോദ്യം, 36 × 24 എത്രയാണെന്ന് ഇവർ തന്നിട്ടുണ്ട്. അത് 864 ഇവർ പറയണേ. എങ്കിൽ 0.036 × 2.4 എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് കളയുക. അപ്പം 36 × 24 വന്നു. എന്നിട്ട് ഗുണിക്കണം. ഓക്കെ, 36 × 24 ഓൾറെഡി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 864. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കുക, ആകെ 4. ആ 4 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. അതായത് ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുക, ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇതാണ് നിയമം. സോ അങ്ങനെ വരുമ്പം ആൻസർ ഏത് കിട്ടും മക്കളെ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, 13/40 ദശാംശ രൂപം കാണണം അല്ലേ? 13/40 ദശാംശ രൂപം കാണാൻ 13നെ 40 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 13നെ 40 കൊണ്ട് ഹരിക്കുമ്പം 13ൽ അടങ്ങിയില്ല പോയിൻ്റ് കൊടുത്ത് 130ൽ 3 തവണ 120 വരെ. ശരിയാണോ മക്കളെ? 120. ബാക്കി ശിഷ്ടം 10 വരും അല്ലേ? 10ൽ 40 അടങ്ങിയില്ല 0 കിടക്കും. 100ൽ 40 2 തവണ 80 വരെ. ബാക്കി ശിഷ്ടം 20. 20ൽ 40 അടങ്ങിയാൽ 0 കൊടുക്കും. 200ൽ 40 5 തവണ. ആണോ? സോ ആൻസർ 0.325 എന്ന് വരും അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഓപ്ഷനിൽ നിന്ന് തന്നെ എഴുതാം കേട്ടോ. ഓപ്ഷൻ നോക്കി തന്നെ ഉത്തരത്തിലേക്ക് എത്താവുന്നേ ഉള്ളൂ. 13 അല്ല, 3.25 അല്ല, 0.04 അല്ല, 0.325 ആണെന്ന് വേഗം ചെയ്യാം. ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഹരിച്ചാണെങ്കിലും നോക്കാം. 0.0000123 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 0.1 ആണ്. എങ്കിൽ എക്സിൻ്റെ വില കാണണം അല്ലേ? ഈ എക്സ് മുകളിലേക്ക് വരും, ഈ 0.1 താഴേക്ക് വരും. അപ്പോൾ എനിക്ക് 0.0000123 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ശരിയാണോ? ഇനി ഇത് സോൾവ് ചെയ്താൽ ഉത്തരമായി അല്ലേ? ഇനി ദശാംശങ്ങൾ ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. 0.00123 ഡിവൈഡഡ് ബൈ 0.1 എങ്ങനെയാണ് നമ്മൾ ഹരിക്കണേ? ആദ്യം പോയിൻ്റ് മാറ്റി എഴുതണം. പോയിൻ്റ് മാറ്റി എഴുതുമ്പോൾ മുകളിൽ 123 താഴെ 1 എന്ന് വരും. ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം. മുകളിൽ ആകെ 6 ദശാംശ സ്ഥാനങ്ങളുണ്ട്, താഴെ ആകെ 1 അപ്പം താഴെ 5 എണ്ണത്തിൻ്റെ കുറവുണ്ട്. എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും 0 താഴെ ചേർക്കണം. അതായത് 5 0 താഴെ ചേർക്കണം. ശരിയല്ലേ മക്കളെ? ഓക്കെ, ഇത് സോൾവ് ചെയ്ത ഉത്തരമായി. അപ്പം 123 ഡിവൈഡഡ് ബൈ 1 5 0 വരും അല്ലേ? അപ്പം 5 ദശാംശ സ്ഥാനം ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ മക്കളെ? അപ്പോൾ ആൻസർ 0.00123 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, 0.31 പ്ലസ് 0.21 ഇൻറ്റു 2 അല്ലേ? ആദ്യം ബോർഡ് മാസ് ഉള്ള അനുസരിച്ച് ഗുണിക്കാനുള്ളത് ഗുണിക്കാം അല്ലേ? 21 × 2 42 ആണ്. 2 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 0.42 എന്നാകും. സോ 0.31 പ്ലസ് 0.42 എന്ന് കിട്ടും. ഇത് കൂട്ടാലോ. 0.31 പ്ലസ് 0.42 കൂട്ടുമ്പം 3 വരും, 7 വരും, പോയിൻ്റ് വരും. 0.73 എന്ന് കിട്ടും. 0.73 ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിൻ്റെ നീളം അല്ലേ? 1 മീറ്റർ നീളമുള്ളതിൽ നിന്ന് 0.63 മീറ്റർ നീളമുള്ളത് മുറിച്ചു മാറ്റിയാൽ
ബാക്കി എത്ര എന്നല്ലേ മക്കളെ? 1-ൽ നിന്ന് 0.63 കുറച്ചാൽ 0.37 അല്ലേ ബാക്കി? 0.37 മീറ്റർ അല്ലേ? കണ്ടോ, 1-ൽ നിന്ന് 0.63 കുറച്ചാൽ 0.37 ബാക്കി. ശരിയല്ലേ? എളുപ്പമല്ലേ? 1-ൽ നിന്ന് 0.63 കുറച്ചാൽ ബാക്കി 0.37 അല്ലേ? 0.63 + 0.37 അല്ലേ 1 അല്ലേ? 1-ൽ നിന്ന് 0.63 കുറച്ചാൽ 0.37 ആണ് എന്ന് എഴുതാവുന്നതല്ലേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ, എളുപ്പമാണല്ലോ, എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും എന്നല്ലേ ചോദ്യം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഏത് സംഖ്യയോട് 0.111 കൂട്ടണം എന്നല്ലേ? അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ 1.011 മൈനസ് 0.111 എന്ന് കിട്ടും അല്ലേ? ആണ്. കുറയ്ക്കാമല്ലോ. 1.011 നിന്ന് നമുക്ക് 0.111 കുറയ്ക്കണം. ക്ലിയർ ആണല്ലോ? കുറച്ചേക്കാം. 1-ൽ നിന്ന് 1 കുറച്ചാൽ 0, 1-ൽ നിന്ന് 1 കുറച്ചാൽ 0. ഓക്കെ, 0-ൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടം മേടിക്കും. അപ്പോൾ ഇത് 0 ആയിട്ട് മാറും, ഇത് 10 ആയിട്ട് മാറും. 10-ൽ നിന്ന് 1 കുറച്ച് 9, പോയിൻ്റ് ഇട്ടു, ഇവിടെ 0 ആയിപ്പോയി അല്ലേ? 0.9 എന്ന ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, 5/16 ദശാംശ രൂപം എന്ത്? മക്കളെ, 5/16 ദശാംശ രൂപം കാണാനല്ലേ ചോദ്യം. എന്തായാലും ഇതിങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാൻ മേലെ മക്കളെ. 5/16 അല്ലേ ചെയ്യണ്ടേ? ആണ്. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഹരിച്ച് നോക്കി കണ്ടുപിടിക്കാം അല്ലേ? അതെങ്ങനെയാണെന്ന് തന്നെ നോക്കാം. 5-നെ 16 കൊണ്ട് ഹരിക്കാം. ആണോ? 5-നെ 16 കൊണ്ട് ഹരിക്കുമ്പം അടങ്ങില്ല. പോയിൻ്റ് കൊടുത്തു, 0 കൊടുത്തു. 50-ൽ 16 3 തവണ 48 വരെ, ശിഷ്ടം 2, 0 വീണ്ടും ചേർത്തു. 20-ൽ 16 1 തവണ 16, ബാക്കി ശിഷ്ടം 4, 0 ചേർത്തു. 40-ൽ 16 2 തവണ 32 വരെ, ബാക്കി ശിഷ്ടം 8, 0 ചേർത്തു. 80-ൽ 16 5 തവണ, 80-ൽ കറക്റ്റ് അടങ്ങും, ബാക്കി ശിഷ്ടം 0. കണ്ടോ? ആൻസർ 0.3125 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, 1.1 ഇൻറ്റു 1.11 ഇതിൻ്റെ വില കാണണം അല്ലേ? അപ്പം ആദ്യം ദശാംശ സ്ഥാനം മാറ്റണം. അപ്പോൾ 11 ഇൻറ്റു 111 കിട്ടും അല്ലേ? ഇത് എത്ര കിട്ടും? 1 2 2 1. 11 ഇൻറ്റു 111 ഗുണിക്കുമ്പോൾ 1221 കിട്ടും. ചോദ്യത്തിൽ 1ഉം 2ഉം ആകെ 3 പോയിൻ്റ് ഉണ്ട്. 3 പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പം 1.221 കിട്ടും. 1.221 കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.